നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. വളാഞ്ചേരിയിൽ ക്വാറികളിൽ ഉപയോഗിക്കുന്നതിനായി എത്തിച്ച വൻ സ്ഫോടക വസ്തു ശേഖരം വളാഞ്ചേരി പോലീസ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടാമ്പി നടുവട്ടം സ്വാമിദാസൻ, കുറ്റിപ്പുറം ചെല്ലൂർ ഷാഫി, വടക്കുംപുറം ഉണ്ണികൃഷ്ണൻ, വലിയകുന്ന് രവി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കാളികാവിൽ മറ്റൊരു 2.5 വയസ്സുകാരിയെ കൂടി ക്രൂരമായി മർദ്ദിച്ച് പിതാവ്. മർദ്ദനത്തിൽ ശരീരം മുഴുവൻ പരിക്കേറ്റ കുട്ടി ചികിത്സയിലാണ്. കുട്ടിയുടെ പിതാവ് ജുനൈദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദിവസങ്ങൾക്ക് മുൻപാണ് കാളികാവിൽ 2.5 വയസ്സുകാരി ഫാത്തിമ നസ്രിന്റെ പിതാവ് മുഹമ്മദ് ഫായിസ് കൊലപ്പെടുത്തിയത്. കാക്കഞ്ചേരിയിൽ ബൈക്കിലെത്തിയ മോഷ്ടാവ് വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു. കാക്കഞ്ചേരിയിലെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് രാമനാട്ടുകരയിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു വീട്ടമ്മ. പിന്തുടർന്നു വന്ന മോഷ്ടാവ് അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിച്ച് റോഡരികിൽ നിർത്തിയിട്ട ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. കോട്ടയ്ക്കൽ പറപ്പൂർ സ്വദേശി ജിദ്ദയിൽ മരിച്ചു. ജിദ്ദയിലെ ഹൗസ് ഡ്രൈവർ ജോലി ചെയ്തിരുന്ന കോട്ടയ്ക്കൽ പറപ്പൂർ സ്വദേശി മുജീബ് റഹ്മാനാണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. പെരിന്തൽമണ്ണയിൽ കുഴൽപ്പണവുമായി കരിങ്കല്ലത്താണി സ്വദേശി താജുദ്ദീനെ പോലീസ് പിടികൂടി. കാറിൽ കടത്തുകയായിരുന്ന 33 ലക്ഷം രൂപയുടെ കുഴൽപ്പണമാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. റേഷൻ വിതരണം വീണ്ടും തടസ്സപ്പെട്ടു. ഇ-പോസ്റ്റ് പ്രവർത്തിക്കാത്തതിനാലാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടത്. ജില്ലയിലും റേഷൻ വിതരണം മുടങ്ങി. ഈ മാസത്തെ റേഷൻ വിതരണം തീരാനിരിക്കെയാണ് വിതരണം തടസ്സപ്പെട്ടത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്റേണൽ മാർക്ക് തിരുത്തൽ വ്യാപകമെന്ന് കണ്ടെത്തൽ. ഫലം പ്രസിദ്ധീകരിച്ചതിനു ശേഷവും 43 വിദ്യാർത്ഥികളുടെ മാർക്കാണ് യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ മറികടന്ന് തിരുത്തിയത്. 2020-21 കാലയളവിലെ ഓഡിറ്റിലാണ് ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.